ഉണ്ണികൃഷ്ണൻ പോറ്റി ചില്ലറക്കാരനൊന്നും അല്ല എന്ന് നേരത്തെ മനസ്സിലായതാണ്. ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. കടകംപള്ളിയുടെ കാര്യം നമ്മൾ പറഞ്ഞതാണ്. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അയൽവാസി പറയുന്നത് കടകംപള്ളിയേക്കാൾ നിത്യ സന്ദർശകൻ അടൂർ പ്രകാശ് ആയിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന പാർട്ടിയും പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയും ഒരുപോലെ പ്രതിസന്ധിയിലാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വിഷയത്തിൽ അല്ലെങ്കിൽ ശബരിമല കൊള്ളയിൽ ഇവരിൽ ആരെങ്കിലും സത്യം പറയാൻ സാധ്യതയുണ്ടോ? ശബരിമല കൊള്ള നമ്മളൊക്കെ എനിക്ക് നാലും ശ്രീകണ്ഠൻ സാറും എല്ലാം കൂടി ഇന്ന് ചർച്ച ചെയ്യുമ്പം ഇതിനകത്ത് ആരൊക്കെയോ ഇതങ്ങ് തീർത്തിട്ട് പോകാം എന്നുള്ള രീതിയിലേക്ക് വരുന്നു. അപ്പം അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ ഇതിനകത്ത് ഈ SIT കോടതി പറഞ്ഞിട്ടുള്ള ഒരു അന്വേഷണ സംഘമാണെങ്കിലും നമുക്കതിനകത്ത് സംശയം വരുന്നുണ്ട്. അതായത് ഇപ്പോൾ തന്ത്രി അറസ്റ്റ് ചെയ്തു, തന്ത്രി ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടതാണ്. തന്ത്രി ആദ്യം അരിപ്പ വെച്ചു, തന്ത്രിയെ മാറ്റിയായിരുന്നു. അപ്പം ഒരിക്കലും മാറ്റാൻ പറ്റാത്ത രീതിയിൽ കോടതി പുറമെ നിന്ന് ചോദിച്ചുകൊണ്ടാണ് തന്ത്രി അറസ്റ്റിലായത്. അപ്പോഴും നിൽക്കുകയാണ് എന്തുകൊണ്ട് ദേവസ്വം മന്ത്രി ഇപ്പം അപ്പനല്ലേ പറഞ്ഞത്, ഞാൻ മുകളിൽ നിന്ന് വരുന്ന ആ തിട്ടൂരം അനുസരിച്ചാണ് ചെയ്തത്, എനിക്ക് ദൈവതുല്യരായിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾക്കും. അപ്പോൾ രണ്ടുപേരും വരും. ആരാ? നിങ്ങൾക്ക് ദൈവതുല്യരായിട്ടുള്ള തന്ത്രി, എനിക്ക് ദൈവതുല്യനായിട്ടുള്ള ആൾക്കാർ ഒന്നെങ്കിൽ പിണറായി വിജയൻ അല്ലെങ്കിൽ ഇതുപോലെ ഈ പറഞ്ഞ എന്ന് വിചാരിക്കേണ്ടി വരും ആ പാർട്ടി. അപ്പോൾ ഇപ്പം നമ്മൾ കാണുന്നത് നമ്മൾ ചോദിച്ചു, നമ്മൾ നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്നത് ഇതിനകത്ത് ഈ കാർട്ടലുണ്ട്. ഇതിനകത്ത് CPM അല്ല, BJP ഉണ്ടാകും, കോൺഗ്രസ് ഉണ്ടാകും. അതുകൊണ്ടാണല്ലോ അറിയാതിരിക്കുന്നതെന്ന് ചോദിച്ചതിന് ഉദാഹരണമല്ലേ ഇപ്പോൾ ദാണ്ട് ഒരു ഏഷ്യാനെറ്റ് ന്യൂസുകാരൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. എന്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മന്ത്രിയെ അവിടെ പലവട്ടം കണ്ടിട്ടുണ്ട്. ആരെ? കടകംപള്ളി സുരേന്ദ്രനെ. കൂടാതെ നമ്മൾ പലവട്ടം അടൂർ പ്രകാശിനെ കണ്ടിട്ടുണ്ട്. ഇവർക്കൊക്കെ ഇവിടെ എന്താണ് സാറേ കാര്യം? ഞാൻ പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ ഇയാൾ തന്ത്രി അവിടെ പോയാൽ സമ്മതിക്കാം, അല്ലെ തന്ത്രിയുടെ വീട്ടിൽ പോയാൽ സമ്മതിക്കാം, പോട്ടെ, അയാളുടെ സ്റ്റാറ്റസ് കയറിയാന്ന് വിചാരിക്കാം. ഈ അടിച്ചുകളിക്കാരൻ കീഴ്ശാന്തി അല്ല, കീഴ്ശാന്തിക്ക് താഴെയാ അല്ലേ? ഈ അടിച്ചുകളിക്കാരൻ്റെ അവിടെ പറയേണ്ടി ഒരു സോണിയാഗാന്ധിയും അടൂർ പ്രകാശും പത്തനംതിട്ട എന്തോ MP അയാൾ KPC പ്രസിഡന്റ് ആവാൻ ആന്റോ ആന്റണി KPC പ്രസിഡന്റ് ആവേണ്ട ആളാ. അതിനകത്ത് ചുണ്ടിൻ്റെയും കപ്പിൻ്റെ ഇടയിൽ പോയത്. അപ്പം അയാളും ഇവിടെ വലിപ്പം നമ്മൾ മനസ്സിലായി. അതുപോലെ തന്നെ ഈ പറയുന്ന ആര് പ്രധാനപ്പെട്ട മന്ത്രിമാർ MP മാരെല്ലാം അവിടെ. ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി? അവിടെ നിന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആളിൻ്റെ രാജ്യാന്തര ബന്ധം. അത് നമ്മൾ EDയുടെ ഇന്നലത്തെ റെയ്ഡുമായിട്ട് കൂട്ടിക്കലർത്തി വായിക്കേണ്ടതുണ്ട്. സാറേ, ED ഇന്നലെ നടത്തിയ റെയ്ഡ് നമ്മൾ വിചാരിക്കുമ്പോൾ നിസ്സാര റെയ്ഡല്ല. വാസവൻ ഇന്നലെ പറഞ്ഞു ED എനിക്ക് വിശ്വാസമില്ല, EDക്ക് പുള്ളി വിശ്വസിക്കണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. ED എടുക്കുന്ന കേസ് 900 കേസ് എടുത്തപ്പോൾ 4% ശിക്ഷിച്ചിട്ടുള്ളത്. അതിനകത്ത് EDക്കകത്ത് എല്ലാം ക്ലിയറാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. എല്ലാത്തിനകത്തും കള്ളന്മാർ കാണും, പട്ടാളത്തിനകത്തും കള്ളന്മാരുണ്ട് അല്ലേ സാറേ? അപ്പോൾ ED എടുത്ത കേസിനകത്ത് 4% ശിക്ഷിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ED എടുക്കുന്ന കേസ് ഇപ്പോൾ എനിക്കെതിരെ ഒരു കേസ് എടുത്താൽ സാമ്പത്തിക തട്ടിപ്പാണെങ്കിൽ നേരാമുള്ള സാമ്പത്തിക തട്ടിപ്പാണ്, ഇപ്പോൾ അതിൻ്റെ പെനാൽറ്റി അടിച്ചാൽ ആ കേസ് അവിടെ വെച്ച് കോംപ്രമൈസ് ആവും. അല്ലാതെ രാജ്യാന്തര കള്ളക്കടത്തും അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ ഒറ്റുകൊടുക്കുന്ന കേസിലെ വേണ്ടിയിരിക്കുന്നത് അങ്ങനെയും വിചാരിക്കേണ്ടി വരും. അപ്പോൾ ഇന്നലെ ED വരുമ്പം ഇവരാരും വിചാരിച്ച രീതിയിലല്ല സാർ ED വന്ന്. ഇതിനു മുമ്പ് ED വന്നത് PFI ഇതുപോലത്തെ റെയ്ഡാണ്. ഇത്രയും വലിയ സന്നാഹവുമായിട്ട് വന്നു 4ഓളം അല്ലെങ്കിൽ ചെന്നൈ, പിന്നെ 4 ഓഫീസുകൾ കർണാടക അല്ല, അത് അവിടെ ED റെയ്ഡ് നടത്തിയത് തമിഴ്നാട്, കർണാടക, കേരളം ഉൾപ്പെടെ ഉള്ളത് അന്തർ സംസ്ഥാനം അല്ലെങ്കിൽ ദക്ഷിണേന്ത്യ മൊത്തം റെയ്ഡാണ് ഇന്നലെ നടത്തിയത്. ഏതാണ്ട് ഇന്നലെ അവർ കണ്ടെത്തിയതിനകത്ത് 11 പേരല്ല പ്രതി. 35 പേരുണ്ടെന്ന് നമ്മൾ അറിയുന്നു. ഇനി ആരൊക്കെ പറയാതിരിക്കുന്നു അല്ലെങ്കിൽ നിഴലിൽ വെച്ചിരിക്കുന്നു എന്നുള്ള കാര്യം അറിയത്തില്ല. അപ്പോൾ ഇതിൻ്റെ രാജ്യാന്തര ബന്ധം നമ്മൾ പറഞ്ഞതാ, നമ്മുടെ ചാനൽ പറഞ്ഞതാ, നമ്മളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നതാ. ഇതിനകത്ത് കാർട്ടലുണ്ട്. കാർട്ടലില്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നമ്മൾ വിചാരിക്കുന്ന തന്ത്രി ബാംഗ്ലൂരിൽ നിന്ന് ഇപ്പം ദക്ഷിണേന്ത്യയിൽ വ്യാപകമായിട്ട് അന്വേഷിക്കുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിലൊരു കാർട്ടലുണ്ട്. ഈ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെയും കണ്ടെത്തൽ ഇന്നലെ ഉണ്ട്. എന്തോന്നറിയാം, അയാൾ ശബരിമലയുടെ മാത്രം സ്വർണ്ണമല്ല എടുക്കി വെക്കുന്നത്. ഇവനിതൊരു നിത്യസംഭവമാണ്. ഈ വേറൊരു വലിയ കാര്യം കൂടി ഇതിനകത്തുണ്ട്. ദ്വാരപാല ശില്പം അല്ലയോ, നമ്മുടെ അഷ്ടദിക്പാലകർ അല്ലേ, കൊടിമരത്തിന് കീഴിലുള്ള, അത് ഇതുവരെ കണ്ടിട്ടില്ല. ഇന്നലെ സ്ട്രോങ് റൂമിൽ കണ്ടെത്തി, ഇതിനകത്ത് ചാകൽ കിട്ടി. ഇതിനകത്ത് 2 കാര്യമുണ്ട് സാറേ. ഇതുവരെ ആ സാധനം കണ്ടില്ല എന്ന് പറയുന്നു, തന്ത്രി കൊണ്ടുപോയെന്ന് പറയുന്നു. ഈ പറഞ്ഞ വാജിവാഹനത്തിൻ്റെ ഒരു വിഷയം സാർ ശ്രദ്ധിച്ചായിരുന്നു. ഇത് കർണാടകക്കാരനെ കണ്ട് വിറ്റെന്നാണ് പറഞ്ഞത്, ഇത് തിരിച്ചു വരുത്തിയതാണ്. ഇതുപോലെ തന്നെയാണ് ഈ മൊഴി നമ്മുടെ SIT കൊടുത്തുകൊണ്ട് ഞാൻ കണ്ടു പഞ്ചലോക വിഗ്രഹം ചാക്കിൽ കെട്ടിയത് മണിയുടെ വീട്ടിൽ, അല്ലെങ്കിൽ മണി എന്നെ കാണിച്ചു. ഈ ചാക്കിൽ കെട്ടിയ സാധനമാണ് ഇന്നലെ സ്ട്രോങ് റൂമിൽ കണ്ടത്. അപ്പോൾ ഇതിൻ്റെ പുറത്ത് ആരോ പ്രവർത്തിക്കുന്നത് പോലെ നമുക്ക് തോന്നുന്നു. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇതിൻ്റെ ഈ SIT സംഘം അന്വേഷിച്ചാൽ തീരുന്നതല്ല വിഷയം.
ED അതുകൊണ്ട് ഇത് മനസ്സിലാക്കിയാണ് ഈ പറയുന്ന ഇവിടം കൊണ്ട് നമ്മൾ വിചാരിക്കും ശബരിമല കൊള്ളയിടത്ത് പപ്പൻ്റെ വീട്ടിൽ പോരെ, പോറ്റിയുടെ വീട്ടിൽ പോരെ, അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട് മുരാരി ബാബുവിൻ്റെ വീട്ടിലും, ഈ മുരാരി ബാബുവിൻ്റെയും പപ്പൻ്റെയും വീട്ടിലും പോറ്റിയുടെ വീട്ടിലും അല്ലെങ്കിൽ വാസുവിൻ്റെ വീട്ടിലും ഒക്കെ കയറിയപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബാംഗ്ലൂരിലെ വീട്ടിലും കയറി, മണിയുടെ വീട്ടിൽ കയറി, ഈ പറയുന്ന കർണാടക ഉൾപ്പെടെ അല്ലെങ്കിൽ തമിഴ്നാട് ഉൾപ്പെടെയുള്ള പ്രമുഖരായിട്ടുള്ള നമ്മൾ പോലും അറിയാത്ത വൻ വ്യവസായികളുടെ വീട്ടിലും അവരുടെ ബന്ധുക്കളുടെ വീട്ടിലും ഒക്കെ കയറി ED ഇന്നലെ അതിനൊരു തീരുമാനമാക്കിയിട്ടുണ്ട്. കാരണം ഇന്നലെ കയറാൻ ഇതുപോലെ കയറണമെങ്കിൽ ഇന്നലെ കൊണ്ട് തീരുമാനിക്കാൻ പറ്റത്തില്ലല്ലോ. ഇതിനകത്ത് വ്യാപകമായിട്ടൊരു അന്വേഷണം ഉണ്ടല്ലോ. മാത്രമല്ല ED വന്നപ്പോഴെന്തിനാണ് സംസ്ഥാന സർക്കാർ അവിടെ നിൽക്കാൻ പറഞ്ഞത്? കോടതിയല്ലേ പറഞ്ഞത്? കോടതിക്ക് അതിൻ്റെ വ്യാപ്തി അറിയാം, ഈ SIT എത്രത്തോളം അതിനകത്ത് കള്ളത്തരം കാണിക്കുന്നു മനസ്സിലായി. അതുകൊണ്ട് അവർ നിങ്ങൾ എടുത്തുകൊണ്ട് പോകും, ദാണ്ട് തന്നേക്കുന്നു, മൊത്തം കൊടുത്തിട്ടല്ലേ അന്വേഷണം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പറഞ്ഞത് ഇപ്പം ഈ പറഞ്ഞതുപോലെ പ്രകാശിൻ്റെ അവിടെ പോറ്റി എന്നതോ അവിടെ കടകംപള്ളി ചെന്നതോ ഒന്നുമല്ല, ചെല്ലും. ഇതിൻ്റെ കാർട്ടിൽ അത്രയ്ക്ക് വലിപ്പത്തിലുള്ളതാണ്. വലിയ രീതിയിലേക്കുള്ളൊരു അന്വേഷണം CBIയും വരും. കാരണം എൻ്റെ ഒരു കണക്കുള്ളതനുസരിച്ച് CBI ഒക്കെ വന്നാൽ ഇപ്പം ഈ SIT സംഘത്തിനകത്തു നിന്നുള്ള ആളിനെ ഉൾപ്പെടെ പോക്കാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ള കാര്യം സംശയിക്കേണ്ടിയിരിക്കുന്നു. അതേ രീതിയിലേക്ക് ഇതിനകത്ത് കാര്യങ്ങൾ പൂർണ്ണമല്ല സാർ, ഒതുക്കുന്നുണ്ട് സാർ. അതിനകത്ത് പലരെയും രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ കോടതിക്കാണ് ഏതോ ഇരിക്കുന്ന ജഡ്ജിയെ കണ്ട, അയ്യപ്പ ഭക്തനെ കണ്ട, അയാൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. അയാൾ ഇങ്ങനെ ചോദിക്കുന്നു, ഹൈക്കോടതി ഈ പറയുന്ന കോടതിയും ചോദ്യത്തിന് പിടിച്ച് അകത്തിട്ടുകൊണ്ടിരിക്കും. അവർക്ക് ചോദിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറമുള്ള ആൾക്കാരെ അവർക്ക് കണ്ടെത്താൻ പറ്റുന്നില്ലല്ലോ. ഗൂഢാലോചന ഉണ്ട് എന്ന് പറയുമ്പോൾ ആ ഗൂഢാലോചനയുടെ ആൾക്കാരെ കണ്ടെത്തേണ്ടി വരും. നമുക്ക് ഇന്നലത്തെ റെയ്ഡ് PFI പിടിക്കുന്നതിന് വേണ്ടി അതിനെ വെല്ലുന്ന ഒരു റെയ്ഡാണ് ഇന്നലെ നടന്നത്. ആ റെയ്ഡിനകത്ത് അല്പം പ്രതീക്ഷ നമുക്ക് വയ്ക്കാം. അതിനുശേഷം CBI വരുമോ എന്നുള്ള രീതിയിലേക്കൊക്കെ വിചാരിക്കാം. അങ്ങനെ അല്ലെങ്കിൽ ഇതിവിടം കൊണ്ട് തീരും. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒന്നിന് ജാമ്യം കിട്ടും, ഇനിയും ബാക്കിയുള്ളവർക്ക് ജാമ്യം കൊടുത്തേക്കും. ഒരാൾക്ക് ജാമ്യം കൊടുത്താൽ ആ കേസിന് ബാക്കിയുള്ളവർക്ക് ജാമ്യം കൊടുക്കാൻ റൈറ്റ് ഉണ്ട്. ബാക്കി ഇപ്പോൾ മുരാരി ബാബു പറഞ്ഞിട്ടുണ്ട് അയാളും ജാമ്യത്തിനുണ്ട്. ഇനി ചിലപ്പോൾ മുരാരി ബാബുവിനും കിട്ടും. അപ്പോൾ ഇറങ്ങി പൊക്കോണ്ടിരിക്കുക. അപ്പോൾ കേസ് ഏതാണ്ട് നമ്മൾ പറഞ്ഞതുപോലെ എങ്ങും എത്താത്ത രീതിയിലേക്ക് തീരുകയാണ്. ഇന്നത്തെ അവസ്ഥയിൽ ഇത് കറക്റ്റാണ്. കാരണം എവിടെയോ SITക്ക് ഒരു ബ്ലോക്ക് വന്നിട്ടുണ്ട്, ഉറപ്പാണ്. SITക്ക് ബ്ലോക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊളിറ്റിക്കൽ ബ്ലോക്കാണ് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം കടകംപള്ളി സ്വാഭാവികമായും ആദ്യം അറസ്റ്റ് ചെയ്യപ്പെടേണ്ട ആളാണ്. കാരണം പത്മകുമാർ, പോറ്റി, കടകംപള്ളി ഈ കാര്യം കാരണം ഇതുവരെ കണ്ടെത്തിയ കേസ്, ദ്വാരപാല കേസിൽ പോവും അല്ലെങ്കിൽ കട്ടലപ്പാളിയും ഒക്കെയുള്ള കേസ്, അതിൽ ശരിക്കും അവർ കയറിപ്പെടേണ്ടതാണ്. പക്ഷേ കടകംപള്ളിയിൽ നിർത്തുന്നത് ഈ പറഞ്ഞതുപോലെ ഈ കാർട്ടലിലേക്ക് എത്താതിരിക്കാനുള്ള ശ്രമമാണ് എന്നാരെങ്കിലും പറഞ്ഞാൽ നമുക്ക് തടയാൻ പറ്റില്ല. കാരണം കടകംപള്ളിക്ക് വേറെ ഒരുപാട് കണക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ പോറ്റിയുടെ വീട്ടിൽ പോയി, ഞാൻ ഇതിൽ 2 തരത്തിൽ കാണുന്നുണ്ട്. പോറ്റിയുടെ വീട്ടിൽ സാധാരണ ഈ ദിവ്യന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ, ശബരിമലയിലെ നേരിട്ട് പ്രതിനിധികളായ ആളുകൾ, ഭക്തി കൊണ്ട് പോകുന്നവരുണ്ടാവാം. ശബരിമല ഒരാളാണോ അയാൾ കീഴ്ശാന്തിയാണെന്നൊക്കെ നിങ്ങൾ പറഞ്ഞാലും ശബരിമലയുടെ ആളായിട്ടാണ് പോറ്റി രംഗത്ത് വരുന്നത്. നമ്മുടെ നാട്ടിൽ അങ്ങനെ കുറേ ദിവ്യന്മാരുണ്ട്, എനിക്കറിയാം. അതാ ഞാൻ പറഞ്ഞത്. ശബരിമല മേൽശാന്തിയുടെ ആളാണ്, ശബരിമല തന്ത്രിയുടെ ആളാണ് എന്നൊക്കെ പറഞ്ഞു വരുന്നവരുണ്ട്. പാവപ്പെട്ട മനുഷ്യർ അവിടെ പോയി ചരട് കെട്ടിക്കാൻ ചെല്ലുകയും ചെയ്യും, അതില്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കടകംപള്ളി അവിടെ പോയത് മന്ത്രിയായിരുന്നുകൊണ്ടാണ്, എന്നുവെച്ചാൽ അധികാരം കയ്യിൽ വെച്ചുകൊണ്ടാണ് അയാൾ പോയത്. അടൂർ പ്രകാശ് എന്തിനു പോയി എന്നുള്ള അടൂർ പ്രകാശ് പറയേണ്ടി വരും. എന്താണ് ഈ അടൂർ പ്രകാശ് മന്ത്രം ജപിച്ച് കെട്ടാനാണോ പോയി, കാര്യനാണോ പോയി എന്നുള്ളത് തെളിയിക്കേണ്ടി വരും, അതല്ലേ. പക്ഷെ അവിടേക്ക് എത്തില്ല. അവിടേക്ക് എത്താതിരിക്കുന്നതിൻ്റെ കാര്യം കടകംപള്ളിയെ തൊട്ടാൽ അത് CPMനെ സംബന്ധിച്ചിടത്തോളം അന്ത്യമാണ്. അപ്പോൾ CPMനെ അങ്ങനെ പോകണമെന്ന് ഇവർക്കില്ല. അപ്പോൾ അടൂർ പ്രകാശിനെ പിടിച്ചാലും കോൺഗ്രസിന് അത്ര കുഴപ്പമില്ല, കാരണം ഒരു ആളെ പോകുള്ളൂ. കടകംപള്ളി തൊടുമ്പോൾ പ്രശ്നം അതല്ല, ഒരു ഭരണകൂടം ആകെയാണ് വൃത്തത്തിൽ വരുന്നത്. കാരണം CPMകാരാണല്ലോ ഇപ്പോൾ ഇതിൽ കിടക്കുന്നത്, പൊതുജന മധ്യത്തിൽ പ്രതികളാവുന്നത്. അവരെ എങ്ങനെയെങ്കിലും ജാമ്യത്തിൽ ഇറക്കുക എന്നുള്ളത് ഇതിലിപ്പോൾ ഒരു പ്രധാന. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ പോറ്റിക്ക് ജാമ്യം കിട്ടുന്നു, മുരാരി ബാബുവിന് കിട്ടുന്നു, വാസുവിന് കിട്ടുന്നു, അത് കഴിഞ്ഞ് പത്മകുമാറിന് കിട്ടുന്നു. അത്രയും കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല, അവരൊക്കെ പുറത്ത് നടക്കുകയാണെങ്കിൽ പിന്നെ ഇതിൽ കേസില്ല. നമ്മുടെ പല കേസുകളും അങ്ങനെയല്ലേ, പ്രതികൾ ജാമ്യം കിട്ടി പുറത്തു വന്നാൽ കേസ് തീർന്നു. പിന്നെ ഇനി എപ്പോഴാണ് അന്വേഷിക്കുക? ഹൈക്കോടതിക്ക് ഇനി എന്താ ചെയ്യാൻ പറ്റുക? ബെയിൽ ഈസ് റൈറ്റ്, ജയിൽ ഈസ് എക്സെപ്ഷൻ എന്നാണ്. കൊടുത്തേ വെക്കുമല്ലോ, കൊടുത്തു 90 ദിവസം കഴിഞ്ഞാൽ ബെയിൽ കൊടുത്തേ പറ്റൂ. ഈ 90 ദിവസത്തെ ബെയിൽ കഴിഞ്ഞാൽ മറ്റേ കുറ്റപത്രം കൊടുത്തിട്ടില്ലെങ്കിൽ ഇത് ഹൈക്കോടതിക്ക് അറിയാത്തതല്ലോ. പക്ഷേ ഹൈക്കോടതിക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഹൈക്കോടതി ഇവർക്കെതിരെ കുറ്റപത്രം കൊടുത്താലും ജാമ്യം കിട്ടും. കംപ്ലീറ്റ് കുറ്റപത്രം കൊടുത്താൽ ജാമ്യം കിട്ടും. ഇൻവെസ്റ്റിഗേഷൻ കണ്ടിന്യൂ ചെയ്യണമെന്ന് പറയുമ്പോൾ മാത്രമാണ് ജാമ്യം കിട്ടാത്തത്. രണ്ടാമത്തെ കാര്യം തെളിവ് നശിപ്പിക്കുമോ എന്നുള്ള ഈ 2 കാര്യത്തിൽ നിങ്ങൾക്ക് ജാമ്യം തടയാൻ പറ്റുള്ളൂ. അത് 90 ദിവസം ഇൻവെസ്റ്റിഗേഷൻ കൂടുതൽ നടത്തിയാൽ ജാമ്യം കൊടുക്കണം, അതാണ് റൂൾ. അപ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ
ഈ കേസ് ഇത് ഇവിടെ അവസാനിക്കാൻ തന്നെയാണ് സാധ്യത. അതെ. ഇനി ഇഡിയിലേക്ക് വന്നാൽ ഞാൻ ഇപ്പോൾ ഒരു വാസവനെ യോജിക്കുന്നില്ലെങ്കിലും എനിക്ക് ഇഡിയിൽ വലിയ വിശ്വാസമില്ലാത്ത ഒരാളാണ് പൊതുവെ. കാരണം ഇഡി ഇവിടെ ഇതുവരെ നടത്തിയ നാടകങ്ങളൊന്നും എവിടെയാണ് പോയെന്ന് നമുക്കറിയില്ല. കേരളത്തിൽ തന്നെ ഇഡി നടത്തിയ ഒരുപാട് നാടകങ്ങളുണ്ട്, SFIO ED ഒക്കെ പറഞ്ഞിട്ട് ഒന്നും നമ്മൾ പിന്നെ ആരെയും കണ്ടില്ല, പിന്നെ ഒരാളെയും കണ്ടില്ല. കസ്റ്റംസ് എല്ലാം തീർന്നു. അപ്പോൾ അതുകൊണ്ട് ഇഡി പിന്നെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണെങ്കിലും ഇഡി എന്തിനാണ് വരുന്നത്? ഇഡി ചെയ്യുമോ? എന്നെ സംബന്ധിച്ചിടത്തോളം ഇഡി എന്നല്ല CBI എന്നല്ല ഇനി FBI വന്നാലും വേണ്ടില്ല, ഇതിലെ കള്ളന്മാരെ മുഴുവൻ പിടിച്ച് ജയിലിടുന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. ഇതിലെ കള്ളന്മാരെ മുഴുവൻ ശിക്ഷിക്കപ്പെടണം, ഒരു സംശയമില്ല. കാരണം അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൽ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടില്ലേ? ഇപ്പോൾ ശബരിമലയിൽ കൊള്ള നടന്നു എന്നുള്ളത് എല്ലാവർക്കും ബോധ്യം വന്നു, പ്രതികളൊക്കെ പുറത്തു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കെന്താ വിശ്വാസം? പിന്നെ എന്ത് സിസ്റ്റത്തിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? അപ്പോൾ അതുകൊണ്ട് ഇഡി ഭരണി ചെയ്യട്ടെ. ഇഡി ഇപ്പം ഇന്നലെ ഈ പറഞ്ഞതുപോലെ വലിയ സന്നാഹത്ത് 35 സ്ഥലത്താണ് ഒരുമിച്ച് റെയ്ഡ് നടത്തിയെന്നാണ് പറയുന്നത്. അതിൽ നിന്ന് എന്ത് കിട്ടിയെന്ന് നമുക്കറിയില്ല. കിട്ടിയത് അത് കോടതിയിൽ വരുമോ എന്നറിയില്ല. ഇനിയിപ്പോൾ കോടതിയിൽ അത് വന്ന് ഇത് തമ്മിലുള്ള ബന്ധങ്ങൾ ഈ പറഞ്ഞ പോലെ പോറ്റിയും മറ്റാളുകളുമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാട്, അതാണല്ലോ ഇഡി അന്വേഷിക്കുന്നത്. ആ സാമ്പത്തിക ഇടപാടുകൾ കിട്ടിയാലേ പറ്റൂ. ഇപ്പോൾ ഇഡി അടൂർ പ്രകാശിന് കാശ് കൊടുത്തോ, ഇഡി കടകംപള്ളിക്ക് കാശ് കൊടുത്തോ, അങ്ങനെ എല്ലാവരും അന്വേഷിക്കണേ. അപ്പോൾ അത് പോറ്റിയുടെ നിന്ന് കിട്ടിയോ? ഇപ്പോൾ പോറ്റി തന്നെ പറഞ്ഞല്ലോ, എനിക്ക് പലവട്ടം ബന്ധങ്ങളുണ്ട്. പോറ്റിയുടെ അയൽക്കാരൻ പറഞ്ഞു അവിടെ എല്ലാവരും വരാറുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ആരൊക്കെ തമ്മിൽ എന്തൊക്കെ റിലേഷൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത് ഒരുപക്ഷെ സാമ്പത്തികമായി ഇഡിക്ക് കണ്ടെത്താൻ കഴിഞ്ഞാൽ ഈ കേസിൽ ഹൈക്കോടതി കുറച്ചുകൂടി ഇടപെടാം, വേറെ പ്രതികളുണ്ടെങ്കിൽ കണ്ടെത്താം. പക്ഷേ ഞാനൊരു വലിയ ശുഭാപ്തി വിശ്വാസിയല്ല ഈ കാര്യത്തിൽ, ആഗ്രഹമുണ്ടെങ്കിലും. കാരണം എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഇത് കോംപ്രമൈസ് ചെയ്ത് പോകാനാണ്, ഒന്നിന് കോംപ്രമൈസ് ചെയ്ത് പോകുമോ എന്നുള്ള സംശയമൊക്കെ എനിക്കുണ്ട്. ഒരു രാഷ്ട്രീയ വിഷയം മാത്രമായി നമ്മുടെ നാട്ടിൽ കൊള്ളയും അഴിമതിയും മാറുകയാണ്. ഒരു ക്രിമിനൽ കേസായി അത് മാറാറില്ല പലപ്പോഴും. രാഷ്ട്രീയമായി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആരോപണം നടത്താം, ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാം, ജയത്ത് തോൽക്കാം. പക്ഷേ ഒരു ക്രിമിനൽ കേസിൽ അതിൻ്റെ തുടർ നടപടികളുമായി പോയി പ്രതി ശിക്ഷിക്കപ്പെടുന്നൊരവസ്ഥ ഉണ്ടാകുമോ? ആ അവസ്ഥ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നതാണ് എല്ലാ പൗരന്മാരും, സാധാരണ സിസ്റ്റത്തിൽ വിശ്വസിക്കുന്ന പൗരന്മാർ. ഏത് പാർട്ടിയുടെ ആളുകളായാലും ജയിലിൽ പോകണമെന്ന്. പക്ഷേ അങ്ങനെ ഉണ്ടാവുമോ എന്നുള്ള ഒരു പ്രതീക്ഷ വളരെ കുറഞ്ഞ ഒരാളാണ് ഞാൻ. ഇത് മാഞ്ഞു പോകാനാണ്. ഒരു 2 കൊല്ലം കഴിഞ്ഞാൽ നമ്മളാരാ ഓർക്കുക ശബരിമല? ഈ വാർത്തയൊക്കെ നമ്മൾ എടുത്തു വെച്ച് വായിക്കേണ്ടി വരും, വീണ്ടും ഈ ക്ലിപ്പൊക്കെ ഇട്ട് കാണേണ്ടി വരും. കാരണം നമ്മളൊക്കെ മറന്നു, ഇതുപോലെ വലിയ വിവാദമായ പല കേസുകളും നമ്മൾ മറന്നുപോയിട്ടുണ്ട് ഇപ്പോൾ എന്നുള്ളതും. ഇപ്പോൾ മറ്റേ സ്വർണ്ണക്കടത്തോ ഒക്കെ മറന്നുപോയല്ലോ ഇപ്പോൾ, ആർക്കും ഓർമ്മയില്ലല്ലോ ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഈ കേസും പറയും ഇത് വെറുതെ ഉണ്ടാക്കിയൊരു കേസാണ് എന്ന ആളുകൾ പറയും. കുട്ടികൾ ഈ നിയമചരിത്രം പഠിക്കുന്ന കുട്ടികൾ വേണമെങ്കിൽ ഇതിൻ്റെ എന്തെങ്കിലുമൊക്കെ എടുത്ത് വായിക്കുമെന്നറിയില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഹൈക്കോടതിയും SITയും ബ്ലോക്കായി പോയി തന്നെയാണ്. ഇനി അതിനപ്പുറം കടന്നു പോയാൽ നേരത്തെ പ്രശാന്ത് പറഞ്ഞതുപോലെ SIT തന്നെ ശിക്ഷിക്കപ്പെടുന്ന അവസ്ഥ വരുമോ എന്നുള്ളത്, ഇതൊക്കെ നമ്മുടെ ഒരു ഗുഡ് ഹോപ്പ് എന്നേ ഞാൻ പറയുന്നു. ശരി.